എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയാലോ ഇന്ന്. ഇത് 2 കിലോയോളം കഴുകി വൃത്തിയാക്കിയ ബീഫിൻ്റെ പീസസാണ്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും പുതിനയിലയും പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 3 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 2 തക്കാളി, വലിയ തക്കാളിയാണ്, 2 എണ്ണം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2.5 സ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലപ്പൊടികൾ അത്രയും മാത്രമേ ഇടുന്നുള്ളൂ, വേറൊരു മസാലയും ഇടുന്നില്ല. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. അതുപോലെ തന്നെ വലിയൊരു സവോള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക. ഞങ്ങളൊരു 8 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ച് ഒരു ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ ഒരു നല്ല ടേസ്റ്റ് വരും. അത് കഴിഞ്ഞ് ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു 7 വിസിലടുപ്പിച്ച് ഞങ്ങളത് വേവിച്ചെടുക്കുന്നുണ്ട്. ബീഫ് അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്കിനി അടുത്തതായിട്ട് അരി വേവിക്കാനുള്ള പരിപാടി നോക്കാം. ഇത് ഓൾ സ്പൈസസ് നെയ്യിലേക്ക് ഇടുക, അത് വറുത്തെടുക്കുക. അതിലേക്ക് കുറച്ച് ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ നല്ലപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത ഒരു വലിയ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. കുറച്ചൊരു 5 മിനിറ്റോളം അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അരിയിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മളിവിടെ ഒരു 4 ഗ്ലാസ്സോളം അരി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ആ ക്യാരറ്റിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി റെഡിയായ അരിയിലേക്ക് 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞെടുത്ത നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. ഇനി ഇതിലേക്ക് അരിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമ്മളത് ശരിക്കും വേവിച്ചെടുത്താൽ അരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസും ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അപ്പം ദമ്മിടേണ്ട പാത്രത്തിലേക്ക് ആദ്യം നമ്മൾ ബീഫ് സെറ്റാക്കുകയാണ്. ഏറ്റവും അടിയിൽ ബീഫ് ഇട്ടു. അധികം വെള്ളമൊന്നും വറ്റിക്കേണ്ട, കുറച്ച് വെള്ളം ഉള്ളത് തന്നെയാണ് നല്ലത്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് റൈസ് ഇട്ട് കൊടുത്ത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ബീഫ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ വെള്ളം ഫുള്ള് വറ്റിച്ച് കളയരുത്. കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. എന്നാലേ നല്ല ബീഫ് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടിരിക്കുകയുള്ളൂ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് മല്ലിച്ചപ്പ്, പുതിനയില, പിന്നെ കശുവണ്ടി, മുന്തിരി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഈ സ്റ്റേജിൽ. അപ്പം നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്.